നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് DFA മിനിമൈസേഷൻ ആണ്. ഇപ്പോൾ പുതിയൊരു മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് ആയിരുന്നു. ഈ ടേബിൾ ഫില്ലിംഗ് മെത്തേഡിനെ തന്നെ നമ്മൾ മൈഹിൽ-മിറോഡ് തിയറം എന്ന് കൂടെ പറയും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഫിഗർ കാണാം, ഒരു ഫൈനൽ സ്റ്റേറ്റേ ഉള്ളൂ. ആൻഡ് നമുക്ക് അറിയാം ടേബിൾ ഫില്ലിംഗ് മെത്തേഡിന് ബേസിക്കലി 4 സ്റ്റെപ്പാണുള്ളത്. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് അതിൽ സെൽസ് മാർക്ക് ചെയ്യാണ് വേണ്ടത്. പറ്റുന്ന സെൽസൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് 5 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് പോലെയുള്ളൊരു ഫിഗറാണ് വരയ്ക്കുക. അപ്പോൾ അത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റത്തെ റോയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ അതിനേക്കാളും ഒരു നമ്പർ കുറവുള്ള അത്രയും സെല്ലാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ 5 സ്റ്റേറ്റ്സ് ആണുള്ളത്. സോ ലാസ്റ്റത്തെ റോയിൽ 4 സെൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം AB എന്നുള്ള സെല്ലാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ABCDE എന്നുള്ളത് കോളം വൈസ് ആൻഡ് റോ വൈസ് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം AB എന്നുള്ള സെല്ലാണ്. അപ്പോൾ Aയും Bയും നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കാം. AC എന്നുള്ള സ്റ്റേറ്റ് ആണ്. എയും സിയും എഗെയിൻ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് BC എന്നുള്ള സെല്ലാണ്. BC അല്ലെങ്കിൽ CB, അതും സെയിം കണ്ടീഷൻ, മാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് DA, Dയും Aയും നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. DB വന്നാലോ, Dയും Bയും എഗെയിൻ നോൺ ഫൈനൽ സ്റ്റേറ്റ്, കാൺട്ട് ബി മാർക്ക്ഡ്. ആൻഡ് ദെൻ CD സെയിം കണ്ടീഷൻ. ഇനി വരുമ്പോൾ E എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാം നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ ഒബ്വിയസ്ലി ആ റോയിലെ എല്ലാതും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ E ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് A നോൺ ഫൈനൽ സ്റ്റേറ്റ്, സോ അത് മാർക്ക് ചെയ്തു. E ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് B നോൺ ഫൈനൽ സ്റ്റേറ്റ്, സോ ആ സെല്ല് മാർക്ക് ചെയ്തു. പിന്നുള്ളത് E ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് C നോൺ ഫൈനൽ സ്റ്റേറ്റ്, സോ ആ സെല്ല് മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് ഏതാ, E ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് D നോൺ ഫൈനൽ സ്റ്റേറ്റ്. സോ നമ്മൾ ആ സെല്ലും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ഓരോന്നിൻ്റെ ട്രാൻസിഷൻസ് എഴുതി അതിൽ ഇനി ഏതെങ്കിലും ഫർദർ മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉള്ളത്, 6 സെല്ലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 6 എണ്ണത്തിൻ്റെയും ട്രാൻസിഷൻസ് നമ്മൾ എഴുതണം. 0യും 1ഉം ആണ് നമ്മുടെ ഇൻപുട്ട്. സോ 0 വെച്ചിട്ടുള്ളത് എഴുതണം, 1 വെച്ചിട്ടുള്ളത് എഴുതണം. എന്നിട്ട് നമ്മൾ ഇത് ഓൾറെഡി മാർക്ക്ഡ് ആയിട്ടുള്ള പെയർ ആണോ നോക്കുക. മാർക്ക്ഡ് ആണെങ്കിൽ അൺമാർക്ക്ഡ് ആയിട്ടുള്ള ഈ സെല്ലിനെയും മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ AB എന്നുള്ള സെല്ലാണ്. ഇപ്പോൾ AB അല്ലെങ്കിൽ BA രണ്ടും എഴുതാം. അപ്പോൾ BA എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ട്രാൻസിഷൻ ഓഫ് B on 1 ഈക്വൽ ടു ആൻഡ് ട്രാൻസിഷൻ ഓഫ് A on 1 ഈക്വൽ ടു, അത് രണ്ടും എഴുതി. ആൻഡ് Bക്ക് 1 കൊടുത്തത് എങ്ങോട്ടേക്കാണ്, D ആണ്. Aക്ക് 1 കൊടുത്തത് എങ്ങോട്ടേക്കാണ്, Cയിലേക്കാണ്. DC മാർക്ക്ഡ് ആണോ, DC മാർക്ക്ഡ് ആണോ, അല്ല. സോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കുക. രണ്ടിനും 0യും കൂടെ കൊടുക്കണ്ടേ. ട്രാൻസിഷൻ ഓഫ് B on 0 ആൻഡ് ട്രാൻസിഷൻ ഓഫ് A on 0. ട്രാൻസിഷൻ ഓഫ് B on 0 D ആണ്. ട്രാൻസിഷൻ ഓഫ് A on 0 എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ രണ്ടും B എന്ന് കിട്ടി. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. BB എന്നുള്ള സെല്ല് ഇല്ലല്ലോ, അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് AC അല്ലെങ്കിൽ CA. ആ ഒരു സെല്ല് എടുക്കുക, CA. ട്രാൻസിഷൻ ഓഫ് C on 0. C on 0 എന്താണ്, ആൻഡ് A on 0 നമ്മൾ എഴുതി വെച്ചു. ആൻഡ് ട്രാൻസിഷൻ ഓഫ് C on 0 B ആണ്. ട്രാൻസിഷൻ ഓഫ് A on 0 പറയുന്നതും B ആണ്. അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. സിമിലർലി ട്രാൻസിഷൻ ഓഫ് C ആൻഡ് A on 1. C on 1 and transition of A on 1. Cക്ക് 1 കൊടുത്താൽ എങ്ങോട്ടേക്കാണ് വരിക, C തന്നെയാണ്. Aക്ക് 1 കൊടുത്താലും C ആണ്. അതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സെൽ ഏതാ, CB ആണ്. ഇനി അത് നോക്കാം. ട്രാൻസിഷൻ ഓഫ് C on B, C and B, transition of C on 0 and transition of B on 0. Cക്ക് 0 കൊടുത്താൽ എങ്ങോട്ടേക്ക് ട്രാൻസിഷൻ, B ആണ്. Bക്ക് 0 കൊടുത്താലും B തന്നെയാണ്.
സോ നമ്മൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് തന്നെ റിമൈൻഡ് ചെയ്യും. ആൻഡ് ദെൻ C and B on 1, ട്രാൻസാക്ഷൻ ഓഫ് C on 1 ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് B on 1. സിക്ക് 1 കൊടുത്താൽ E ആണ്, സോറി സിക്ക് 1 കൊടുത്താൽ B ആണ്, ആൻഡ് ദെൻ ബിക്ക് 1 കൊടുത്താൽ D ആണ്. CD അല്ലേ, CD മാർക്ക്ഡ് ആണോ? അല്ല. അപ്പോൾ ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അത് ജസ്റ്റ് ഇങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യും. ഇനി അടുത്ത റോ നോക്കാം. ആദ്യത്തെ DA ആണ്. DA നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഓഫ് D on 0, ട്രാൻസാക്ഷൻ ഓഫ് D on 0 equal to B, and transaction of A on 0 equal to B. അപ്പോൾ ആ അതിന് ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് D on 1 equal to E, ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് A on 1 equal to C ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പെയർ ഏതാ? EC ആണ്. EC എന്നുള്ള പെയർ മാർക്ക്ഡ് ആണോ? മാർക്ക്ഡ് ആണ്. സോ നമുക്ക് DA എന്നുള്ള സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് മാർക്ക് ചെയ്യാം. DA മാർക്ക് ചെയ്തു. ഇനി അടുത്ത നോക്കുക DB. ഇപ്പോൾ ട്രാൻസാക്ഷൻ ഓഫ് D and B on 0 നോക്കുക, ട്രാൻസാക്ഷൻ ഓഫ് D and B on 1 നോക്കുക. അപ്പോൾ ഡിക്ക് 0 കൊടുത്താൽ എന്താണ്? B ആണ്. ട്രാൻസാക്ഷൻ ഓഫ് B on 0 എന്ന് പറയുന്നതും B ആണ്. സോ അതിലൊന്നും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല. ഇനി ട്രാൻസാക്ഷൻ ഓഫ് D on 1 ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് B on 1 നോക്കുക. ഡിക്ക് 1 വന്നാൽ E ആണ്, ബിക്ക് 1 വന്നാൽ എന്താണ്? D ആണ്. അപ്പോൾ ED എന്നുള്ള പേര് കിട്ടി. ED എന്നുള്ള പേര് മാർക്ക്ഡ് ആണോ? മാർക്ക്ഡ് ആണ്. സോ നമുക്ക് DB എന്നുള്ള സെല്ലും മാർക്ക് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ ടിക്ക് ചെയ്തു. ഇനി അടുത്ത സെല്ല് നോക്കുക. ഏതാ അടുത്ത സെല്ല്? DC അല്ലെങ്കിൽ CD. ഇപ്പോൾ DC എന്നുള്ള സെല്ല് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഡിക്കും സിക്കും 0 കൊടുത്തിട്ടുള്ള നോക്കുക, ആൻഡ് 1 കൊടുത്തിട്ടുള്ള നോക്കുക. ഡിക്ക് 0 വന്നാൽ B ആണ്, സിക്ക് 0 വന്നാൽ B ആണ്. സോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടിനും 1 കൊടുത്ത് നോക്കുക. ഡിക്ക് 1 വന്നാൽ E ആണ്, സിക്ക് 1 വന്നാൽ എന്താണ്? C ആണ്. സോ EC എന്ന് കിട്ടിയില്ലേ? EC മാർക്ക്ഡ് ആണോ? മാർക്ക്ഡ് ആണ്. സോ നമുക്ക് ആ സെല്ലും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ DC എന്നുള്ള സെല്ല് മാർക്ക് ചെയ്തു. നമ്മൾ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഇറ്ററേഷനിൽ കിട്ടിയതൊക്കെ നമ്മൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഇപ്പോൾ കുറേ എണ്ണം കൂടെ മാർക്ക്ഡ് ആയില്ലേ, അതുകൊണ്ട് ഇനിയുള്ള 3 സെല്ലിലും കൂടെ ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഓൾറെഡി എഴുതിയത് ഒന്നുകൂടെ എടുത്തെഴുതണമെന്നേ ഉള്ളൂ, എന്നിട്ട് മാർക്ക്ഡാണോ ചെക്ക് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിൽ നിങ്ങളൊന്ന് ഹെഡിങ് കൊടുത്തോളൂ, എന്നിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഏതാണ്? BA ആണ്. ആദ്യത്തെ നോക്കി എടുത്തെഴുതേ വേണ്ടുള്ളൂ. ട്രാൻസാക്ഷൻ ഓഫ് B on 0 ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് A on 0. B on 0 B ആണ്, ട്രാൻസാക്ഷൻ ഓഫ് A on 0 എന്ന് പറയുന്നത് B ആണ്. നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. ട്രാൻസാക്ഷൻ ഓഫ് B on 1 എന്ന് പറയുന്നത് D ആണ്, ട്രാൻസാക്ഷൻ ഓഫ് A on 1 എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ നമുക്ക് എന്താ സെല്ല് കിട്ടിയ? DC എന്നുള്ള പേര് കിട്ടി. DC എന്നുള്ള പേര് മാർക്ക്ഡ് ആണോ? മാർക്ക്ഡ് ആണ്. പുതിയ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ അത് മാർക്ക്ഡ് ആയില്ലേ, അതുകൊണ്ട് BA നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. BA മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ പേര് CA എന്നുള്ള പേരാണ്. CA ഒബ്വിയസ്ലി മാർക്ക് ചെയ്യാൻ പറ്റില്ല, BBCC എന്നാണ് കിടക്കുന്നത്. നിങ്ങൾ ആ ട്രാൻസാക്ഷൻ നോക്കിയാൽ കാണും. ട്രാൻസാക്ഷൻ ഓഫ് C on 0 എന്ന് പറയുന്നത് B ആണ്, ട്രാൻസാക്ഷൻ ഓഫ് A on 0 എന്ന് പറയുന്നത് B ആണ്. സോ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ട്രാൻസാക്ഷൻ ഓഫ് C on 1 എന്ന് പറയുന്നത് C ആണ്, ട്രാൻസാക്ഷൻ ഓഫ് A on 1 എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ അതും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സെല്ല് ഇപ്പോഴും അൺമാർക്ക്ഡ് ആയിട്ട് തന്നെ കിടക്കും. ഇനി അടുത്തത് നോക്കുമ്പോൾ നമുക്ക് CB എന്നുള്ള സെല്ലും കൂടെ നോക്കാനുണ്ട്. CB എന്നുള്ള സെല്ല് നോക്കാം. CB നോക്കുമ്പോൾ എന്താ വരിക? ട്രാൻസാക്ഷൻ ഓഫ് C on 0 B ആണ് വരിക. ട്രാൻസാക്ഷൻ ഓഫ് B on 0 ഓൾസോ വിൽ ബി B.
പിന്നെയുള്ളത് ട്രാൻസിഷൻ ഓഫ് സി ഓൺ 1 ആൻഡ് ട്രാൻസിഷൻ ഓഫ് ബി ഓൺ 1 ആണ്. ട്രാൻസിഷൻ ഓഫ് സി ഓൺ 1 സി ആണ്, ട്രാൻസിഷൻ ഓഫ് ബി ഓൺ 1 എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെയർ ഏതാ? സി ഡി ആണ്. സി ഡി എന്നുള്ള പെയർ മാർക്ക്ഡ് ആണോ നോക്കുക. സി ഡി മാർക്ക്ഡ് ആണോ? മാർക്ക്ഡ് ആണ്. സോ നമുക്ക് സി ബി എന്നുള്ള സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റും. സി ഡി മാർക്ക്ഡ് ആണല്ലോ. സി ഡി മാർക്ക്ഡ് ആണ്. സോ നമ്മൾ സി ബി എന്നുള്ള സെല്ല് ഈ ടേബിളിൽ മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ആകെ ഒരു സെല്ല് മാത്രമേ മാർക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ തേർഡ് ഇറ്ററേഷനും കൂടെ ഒന്നുകൂടെ പോവാം. അപ്പോൾ സി എ എന്നുള്ളതിൽ ഒന്നുകൂടെ ട്രാൻസിഷൻ കൊടുത്തു നോക്കുക. അതിൽ ചേഞ്ച് ഒന്നും വരില്ല. കാരണം സി എക്ക് 0യും 1ഉം കൊടുത്താൽ സിയും ബിയും സിയും ആണ് വരിക. പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളൂ. തേർഡ് ഇറ്ററേഷന് ഹെഡിങ് കൊടുക്കുക. ആൻഡ് ദെൻ ട്രാൻസിഷൻ ഓഫ് സി എ എഴുതുക. നിങ്ങൾ ഞാൻ പറയുന്ന ഇറ്ററേഷൻ നമ്പർ കൊടുക്കണം കേട്ടോ, എന്നിട്ട് വേണം എഴുതാൻ. സി എ വരുമ്പോൾ ട്രാൻസിഷൻ ഓഫ് സി ഓൺ 0 എന്ന് പറയുന്നത് ബി ആണ്, ട്രാൻസിഷൻ ഓഫ് എ ഓൺ 0 എന്ന് പറയുന്നത് ബി ആണ്. സോ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ട്രാൻസിഷൻ ഓഫ് സി ഓൺ 1 എന്ന് പറയുന്നത് സി ആണ്, സി ഓൺ 1 ഈക്വൽ ടു സി, ആൻഡ് ട്രാൻസിഷൻ ഓഫ് എ ഓൺ 1 എന്നുള്ളത് സി ആണ്. അപ്പോൾ നമുക്ക് അതും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഏത് സെല്ലേ മാർക്ക് ചെയ്യാതെ ഉള്ളൂ? സി എ എന്നുള്ള ഒരു സെല്ല് മാത്രമേ മാർക്ക് ചെയ്യാതെ ഉള്ളൂ. നമ്മൾ അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സി എ എന്നുള്ളത് അൺമാർക്ക്ഡ് ആണ്. സോ അതിനെ കമ്പൈൻ ചെയ്യാം. ഇനി നമ്മൾ സി എ എന്നുള്ളത് ഒറ്റ സ്റ്റേറ്റ് ആണ്. സിയും എയും സെപ്പറേറ്റഡ് അല്ല. സിയും എയും ഒറ്റ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ സിംഗിൾ സ്റ്റേറ്റ്സ് ആയിട്ട് തന്നെ കിടക്കും. എ, ബി, ഡി, ഇ ഇതൊക്കെ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് കിടക്കും. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ് എ സി എന്നുള്ളത് കമ്പൈൻഡ് ആയിട്ട് ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് കിടക്കും. പിന്നുള്ളത് ബി, ഡി, ഇ ഇവരൊക്കെ ഒറ്റയ്ക്ക് തന്നെ കിടക്കും. അതെല്ലാം മാർക്ക്ഡ് ആയിരുന്നല്ലോ ആ റോയിലൊക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ആദ്യത്തെ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യാം. നിങ്ങൾക്കപ്പോൾ നോക്കി വരയ്ക്കാൻ എളുപ്പമാണ്. ആ എ സി എന്നുള്ള പോർഷൻ കമ്പൈൻ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് വരച്ചാൽ മതി, നോക്കി വരച്ചാൽ മതി. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യത്തെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. ഇനി എ സി എന്നുള്ള പോർഷൻ അങ്ങോട്ട് കമ്പൈൻഡ് ആവും, ഒറ്റ സ്റ്റേറ്റ് ആവും. ബാക്കിയുള്ള ഫിഗറിൽ വലിയ വ്യത്യാസം വരില്ല. നമ്മൾ റീഡ്രോ ചെയ്യാം. എ സി, ദെൻ നമ്മൾ സ്റ്റേറ്റ് ഏതൊക്കെയായിരുന്നു? ബി ഉണ്ട്. എ സി നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്, അതാണ് അവിടെ ആരോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഏതാ? ബി എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ഡി, സി കമ്പൈൻഡ് അല്ലേ, സി അപ്പോൾ എടുക്കണ്ട, അപ്പോൾ ഇ മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ ഡബിൾ സർക്കിൾ ഇട്ട് അത് മാർക്ക് ചെയ്തു. ഇനി അതിൽ ഓരോ ആരോസ് വെച്ച് മാർക്ക് ചെയ്യാം. എക്കും സിക്കും 0 വന്ന ബിയിലേക്കാണ് കണക്ഷൻ. സോ അത് മാർക്ക് ചെയ്തു, 0 വന്ന ബിയിലേക്ക്. ഇനി എക്കും സിക്കും 1 വന്ന എങ്ങോട്ടേക്കാണ്? സിയിലേക്കാണ്. സോ നമ്മളവിടെ റൗണ്ടഡ് ആരോ വെച്ചിട്ട് എ സിയിലേക്ക് തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് പിന്നുള്ളതൊക്കെ ആ ഫിഗറിൽ നോക്കി വരയ്ക്കുകയുണ്ടല്ലോ. ബിക്ക് 0 വന്ന ബി തന്നെയാണ്. ദെൻ ബിക്ക് 1 വന്ന ഡി ആണ്, അത് മാർക്ക് ചെയ്തു. ഇനിയുള്ളത് ഡി ആണ്. ഡിക്ക് 0 വന്ന ബി ആണ്, ഡി ഓൺ 0 ടു ബി. ആൻഡ് ഡിക്ക് 1 വന്ന ഇ ആണ്, അത് മാർക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഇക്ക് 0 വന്ന ബിയിലേക്കാണ് ട്രാൻസിഷൻ. സോ ആ ട്രാൻസിഷൻ ആണ് വരയ്ക്കുക. ഇ ഓൺ 0 ഈസ് ഗോയിങ് ടു ബി. അപ്പം അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഇക്ക് 1 വന്ന സി ആണ്. ഇപ്പോൾ സി എന്നുള്ളത് ഒറ്റയ്ക്കല്ലല്ലോ, ഇപ്പോൾ എ സി അല്ലേ. സോ ആ സ്റ്റേറ്റിലേക്ക് എടുത്ത് വരയ്ക്കുക. ഇപ്പം നമ്മൾ 5 സ്റ്റേറ്റുള്ള ഒരു ഡി എഫ് എ, ഇക്ക് 1 വന്ന എ സി. ഓക്കെ, അപ്പോൾ 5 സ്റ്റേറ്റുള്ള ഒരു ഡി എഫ് എയിൽ നിന്ന് 4 സ്റ്റേറ്റുള്ള ഡി എഫ് എയിലേക്ക് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് വഴി നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് ഇങ്ങനെയുള്ള ആൻസറൊക്കെ കിട്ടി. നമ്മൾ സി എ എന്നുള്ളത് മാത്രമായിരുന്നു അൺമാർക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതിനെ കമ്പൈൻ ചെയ്തിട്ട് എ സി എന്നുള്ള ഒറ്റ സ്റ്റേറ്റാക്കി മാറ്റിയത്. ബാക്കി എല്ലാ സ്റ്റേറ്റും മാർക്ക്ഡ് ആയതുകൊണ്ട് അതൊക്കെ